ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കടായി ആണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കന് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ നീര്, മിക്സ്ഡ്. കഴുകി വച്ച ചിക്കൻ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുക. ചിക്കൻ അതിലേക്കിട്ട് മസാല നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. മസാല പിടിക്കാനായി 1/2 മണിക്കൂർ മാറ്റി വെക്കുക. മസാലയൊക്കെ ചിക്കന്മ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. പാൻ നല്ല ചൂടായിക്കണേ. വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. ഓയിലും പൊരിച്ചെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. തേച്ച് വെച്ച ചിക്കൻ ഓരോ കഷ്ണങ്ങളായി അതിലേക്ക് ഇട്ടെടുക്കുക. ഒന്ന് മറിച്ചിട്ടതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കുക. എന്നാലേ ഉള്ളൊക്കെ ഒന്ന് വേവുള്ളൂ. നമ്മളെ കടായിക്കുള്ളതായതുകൊണ്ട് ഇത്ര വെന്താൽ മതി. എല്ലാം നമ്മൾ മിക്സിയിൽ അടിച്ചാണ് എടുക്കുന്നത്. 2 വലിയ ഉള്ളി, 3 തക്കാളി, 1 ഏലക്കൻ്റെ കുരു, 1/2 ഗ്ലാസ് പച്ചവെള്ളം, എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് വലിയ ജീരകം, നേരത്തെ അടിച്ചെടുത്ത മസാല ഇതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മസാല വെന്തിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചവൊക്കെ മാറിക്കണേ. പൊരിച്ച് വെച്ച ചിക്കന് ആഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്താൽ നല്ല മസാല ഉണ്ടായിരിക്കും. ചപ്പും കരിവേപ്പിൻ്റെ അതിൻ്റെ മുകളിൽ ഇട്ടെടുക്കുക. ഇത് തിളച്ചതിന് ശേഷം നല്ല കത്തിക്കരുത്. അടുപ്പിലെ കനലിൽ കിടന്ന് വേവണം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിക്കൻ നല്ല വെന്ത് റെഡി ആയിക്കണ്. തക്കാളി സോസ് ഒഴിക്കൽ ഓപ്ഷണലാണ്. നമ്മളുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ട് ഓൾ എന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്.